കേട്ടോളൂ, നമുക്ക് പതുക്കെ ഇവിടുന്ന് രക്ഷപ്പെടാം. വേഗം. ഞാൻ നിങ്ങളെ കൂട്ടുകാരെ, ബന്ധുക്കളെ കാണണമെങ്കിൽ നമ്മൾ പോകണം നാട്ടിൽ. സംസാരിച്ചുകൊണ്ട് നമ്മൾ എത്തിയിരിക്കുന്നു കാട്ടിൽ. അടികൈ, നിങ്ങളുടെ ബന്ധുക്കളെ കാണാൻ പോകുന്ന കാര്യം ഞങ്ങൾക്ക് പറഞ്ഞേ ഇല്ലല്ലോ. എന്റെ വീടിന്റെ പുറകിലുണ്ട് സുന്ദരിയായ സിന്ധു. നല്ല കവിതകൾ പറയുവാനായി ഞാൻ തിരഞ്ഞെടുക്കും നല്ല ബന്ധു. അടികൈ. അതെ, ചുവന്ന മുഖമുള്ള കൊരങ്ങൻ ചേട്ടാ, ആ ഫ്രണ്ട് സീറ്റിൽ ഞങ്ങളുടെ സോർദാറുണ്ടായിരുന്നു. അവനെ കണ്ടായിരുന്നോ? എടാ, ഇത് ഞാൻ തന്നെയാണ്. മുഖത്തിൽ ശ്വാസം വീണ് പോയതാ. ഈ പിടിച്ച് വീട് കത്തിപ്പോയി. അങ്ങോട്ട് നോക്ക്, നമ്മുടെ ഗൈഡ് എത്തിപ്പോയി. വരൂ സുഹൃത്തുക്കളെ, ഞാനാണ് നിങ്ങളുടെ ഗൈഡ് ചതിയനായ ചന്തു. അതെ ചേട്ടാ, എന്റെ അച്ഛൻ ചന്തുവിന്റെ വലിയ ഫാനായിരുന്നു. അതുകൊണ്ട് എനിക്ക് ചതിയൻ ചന്തു എന്ന് പേരിട്ടു. എനിക്ക് ഈ കാട്ടിലെ ഓരോ മുക്കും മൂലയും അറിയാം. നിങ്ങൾ ഗൈഡാണോ അതോ കള്ളനാണോ? മുക്കും മൂലയും അറിയാവുന്നത് കള്ളന്മാർക്കാണ്. ഇനി താൻ എന്നോട് സംസാരിക്കരുത്. ശരി, പോയി കാട് കാണാം. വരൂ. ആ നോക്ക്, കണ്ടില്ലേ ഡൈനോസോർ? എവിടെയാണ് ഡൈനോസർ? പണ്ടുണ്ടായിരുന്നു, ഒരു 10,000 വർഷങ്ങൾക്ക് മുമ്പ്. അവറ്റകൾ ഈ സൈഡിലും ഉണ്ടായിരുന്നു. നമ്മൾ നോക്കുന്ന ഈ സൈഡിൽ. ഈ സൈഡിലോ ഡൈനോസർ ജീവിച്ചിരുന്നോ? ഓടിക്കോ. ഇതാ കണ്ടില്ലേ ബ്ലൂ വെയിൽ? എവിടെയാണ് ബ്ലൂ വെയിൽ? ഇവിടുന്ന് ഒരു 1500 കിലോമീറ്റർ അപ്പുറത്തുള്ള സമുദ്രത്തിൽ. ഈ ഗൈഡ് നമ്മളെ മിസ്ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാട്ടിലെ ക്രൂരനായ മൃഗം നിങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് 2 കാര്യം പറയാം. ഈ കൊക്കയ്ക്ക് അത്ര ആഴമൊന്നുമില്ല. അതെയോ? പിന്നെ രണ്ടാമത്തത്? വലിയ ആഴമെന്നല്ല, വളരെ വലിയ ആഴമാണ്. നാളെ രാവിലെ താഴെ എത്തുള്ളൂ. ഇത് കേട്ട് പേടിച്ചോ? അങ്ങനെയാണെങ്കിൽ താഴെ സിംഹമുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു. ആരാടേ അത്? ഉറങ്ങാനും സമ്മതിക്കൂലേ? ഇതാ ബോർഡർ പവലിനിടയിൽ നിന്നും ബോൾ എറിയുകയാണ്. ഇതാ ബോൾ എറിയാൻ പോവുകയാണ്. ഇതാ എറിഞ്ഞു കഴിഞ്ഞു. ഇയാൾ 6 അടിക്കുമോ അതോ ഔട്ടായി പോകുമോ? ഈ ബോൾ ഇതാ കാറ്റിലൂടെ പറക്കുന്നു. അതാ ഫീൽഡർ ഓടിക്കൊണ്ടിരിക്കുന്നു. അതാ അദ്ദേഹം ഡൈവ് അടിച്ച് ക്യാച്ച് എടുത്തു കഴിഞ്ഞു. ഇതെങ്ങനെയാ ചെയ്തത്? ഇത് നിങ്ങളുടെ ചായ, ഇത് എന്റെ ചായ. താൻ എത്ര നല്ല ചായ ഉണ്ടാക്കിയിരിക്കുന്നത്. വേണ്ട, പേടിക്കണ്ട. ഞാൻ നിന്നെ തിന്നുകയില്ല. കാരണം എന്റെ കൂടെ സംസാരിക്കാൻ എനിക്ക് ആരുമില്ല. നിങ്ങൾ എന്നോടൊപ്പം ഇരുന്ന് സംസാരിച്ചാൽ മാത്രം മതി. അല്ല, ഞാൻ മറന്നുപോയി. എനിക്ക് സംസാരിക്കാനുള്ള ശേഷിയില്ല. ഒരു കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. ഞാൻ പറയുന്നത് മാത്രം കേൾക്കുന്ന ഒരു ആളിനെ തന്നെയാണ് എനിക്കും വേണ്ടത്. തിരിച്ചൊന്നും പറയരുത്. അല്ല, ഞാനൊരു കാര്യം മറന്നു. എനിക്ക് കാത് കേൾക്കുകയില്ല. അതെയോ? ശരി, എന്നാ ഒരു കുഴപ്പമില്ല, നീ പൊയ്ക്കോ. താങ്ക് യു. പോകാൻ പറഞ്ഞ കാര്യം മാത്രം നീ എങ്ങനെ മനസ്സിലാക്കിയത്? എന്നെ മണ്ടനാക്കുകയാണോ നീ?
ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തീരുന്നത് വരെ താൻ ഇവിടെ എഴുന്നേക്കരുത്. ശരിയെന്നാ പറയ്, നിങ്ങൾ എങ്ങനെയാ ഇവിടെ എത്തിയത്? ആക്ച്വലി ഞാൻ കുഞ്ഞായിരുന്നപ്പോ ഞങ്ങളുടെ പട്ടണം മുഴുവൻ തീ പിടിച്ചു. എല്ലാവരും ജീവനും കൈ പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയായിരുന്നു. അതെയോ, അപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്? അല്ലല്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല. അതിനുശേഷം ഞാൻ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായി. ഞങ്ങളെല്ലാം വെള്ളത്തിൽ താഴ്ന്നു പോയി. അതെയോ, ആ സമയത്ത് വന്നാണോ ഇവിടെ? അല്ലല്ല, 2 ദിവസം കഴിഞ്ഞപ്പോ വെള്ളമൊക്കെ ഇറങ്ങി. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഒരിക്കലൊരു ട്രക്ക് മൃഗങ്ങളെല്ലാം കയറ്റിക്കൊണ്ടുവന്ന് ഈ കാട്ടിലിറക്കി വിട്ടു. അത് ശരി, അപ്പൊ അങ്ങ് ട്രക്കിലാണ് വന്നതല്ലേ? അല്ല, ആ ട്രക്ക് ഞാൻ വരുന്നതിന് മുന്നേ തന്നെ പോയി. അതുകൊണ്ട് എനിക്ക് കേറാൻ പറ്റിയില്ല. എന്റെ അമ്മച്ചേ, പിന്നെ എങ്ങനെയാ ഇവിടെ എത്തിയത്? ഞാൻ ദാ ഇതുപോലെ ജോഗിങ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നു. എന്നാ ഈ കാര്യം നേരത്തെ പറഞ്ഞൂടായിരുന്നോ? നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ സംസാരം ഇതോടെ തന്നെ തീരുമായിരുന്നില്ലേ? എനിക്കാണെങ്കിൽ ഒരുപാട് നേരം സംസാരിക്കണം. അടുത്തുള്ളപ്പോ തന്നെ നമ്മുടെ വിളി അവൻ കേക്കില്ല. പിന്നെ എങ്ങനെ ദൂരത്ത് നിന്നോണ്ട് കേക്കുന്നത്? വിഷമിക്കണ്ട, കാട്ടിൽ എല്ലാ സ്ഥലത്തും ഒരു ചിപ്പ് വെച്ചിട്ടുണ്ട്. ഇത് വെച്ച് സിംഹങ്ങൾ എവിടെ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനാകും. ബണ്ണിയുടെ ലൊക്കേഷനും സെയിം തന്നെയായിരിക്കും. കാരണം അവൻ സിംഹത്തിന്റെ അടുത്ത് കുടുങ്ങിയിട്ടുണ്ടാകും. റൈറ്റിലേക്ക് പോകാം, റൈറ്റിലേക്ക്. സിംഹത്തിന്റെ സിഗ്നൽ അവിടെ നിന്നാണ് വരുന്നത്. ശരി, നിങ്ങളുടെ കയ്യിൽ എന്താ ഈ ഒരു പരിക്ക്? ഇതാണോ? ഒരിക്കൽ അടുത്തുള്ള രാജാവും ഞാനുമായിട്ട് വലിയ വഴക്കുണ്ടായി. അത് ശരി, തല്ലുകൂടിയപ്പോ കിട്ടിയ പരിക്കാണോ? അല്ലല്ല, ഞാൻ അവരോട് മാപ്പ് ചോദിച്ച് കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ഞാനാണെങ്കിൽ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വന്നപ്പോ അത് ശരി, അപ്പൊ ഉരുണ്ടത് കൊണ്ട് പറ്റിയതാണോ? അല്ല, താഴെ ബെഡ് കൊണ്ടുവന്ന ട്രക്കിലേക്കാണ് ഞാൻ വന്ന് വീണത്. അങ്ങനെ രക്ഷപ്പെട്ടു. എന്റെ അമ്മോ, ഈ പരിക്ക് എങ്ങനെ പറ്റിയെന്ന് പറ. അതെന്താണെന്ന് വെച്ചാല് ചൊറിഞ്ഞപ്പോ എന്റെ നഖം കൈ കൊണ്ടതാ. അയ്യോ, ഈ കാര്യം എന്താ നേരത്തെ എന്നോട് പറയാത്തെ? നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ സംസാരം അതോടെ തീരുമാനിച്ചില്ലേ? എനിക്കാണെങ്കിൽ ഒരുപാട് നേരം സംസാരിക്കണം. നോക്കൂ, സിംഹം ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. നിങ്ങൾ ഇരിക്കുന്ന കല്ലുണ്ടല്ലോ, ചിലപ്പോ അതിനടിയിലും ഉണ്ടാകാം. നിങ്ങൾ ഈ മരത്തിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നില്ലേ, ഇതിന്റെ മുകളിലും അതുണ്ടാവാം. പണ്ട് നടക്കും മാമാങ്കം, എവിടെ പോയി സിംഹം? നോക്കൂ കൂട്ടുകാരാ, ഞാൻ കവിത പറയാം. അതെ, നമ്മളിപ്പോ ഫോക്കസ് ചെയ്യേണ്ടത് ആ സിംഹത്തെയാണ്. അതുകൊണ്ട് അങ്ങ് കുറച്ചു നേരത്തേക്ക് മിണ്ടാതൊന്നിരിക്കേ. ഞാനാണ് എപ്പോഴും ജയിക്കുന്നത്. ഞാൻ വീണ്ടും ഫസ്റ്റ് വന്നിരിക്കുകയാണ്. പിന്നെ സെക്കൻഡും പിന്നെ തേർഡും. നീ ഒരു റോക്ക് തന്നെയാണ്. നിന്നോട് മത്സരിക്കാൻ ഇവിടെ ആരും തന്നെയില്ല. ഓഹോ, താങ്ക് യു. വൗ, എത്ര നന്നായിട്ട് അഭിനയിക്കുന്നത്. അടിപൊളി. കേട്ടോളൂ, നമുക്ക് പതുക്കെ ഇവിടുന്ന് രക്ഷപ്പെടാം. വേഗം. ഞാൻ നിങ്ങളെ തിന്നാനൊന്നും പോകുന്നില്ല. എനിക്ക് നിങ്ങളോട് സംസാരിക്കണം, അത്രേ ഉള്ളൂ. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇവള് പറയുന്നത് കള്ളമാണ്. ഓടിക്കോ. കൊച്ചളിയാ, ഞങ്ങളെ സിംഹത്തിൽ നിന്ന് രക്ഷിക്ക്. സിംഹം ചേട്ടാ, എന്റെ കൂട്ടുകാരെ സിംഹം ആക്രമിക്കാൻ വരുന്നു, വേഗം വന്ന് രക്ഷിക്ക്. നിർത്ത്
സുഹൃത്ത് നീ എന്താ ഈ കാണിച്ചു കൂട്ടുന്നത് വേണ്ട വേണ്ട ഞാൻ പറയുന്നതൊന്ന് കേക്ക ഈ പെൺസിംഹം ഞങ്ങളോട് സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു. അത് സംസാരിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? ഒരു തെറ്റുമില്ല. എന്ത് ഇതും നല്ല സംഭവമാണല്ലോ. കൊള്ളാം, നിങ്ങളുടെ പ്രോബ്ലം എന്തായാലും സോൾവ് ആയി. ഇനി നിങ്ങൾ തമ്മിൽ എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചോളൂ. ഈ കാര്യം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഈ ഇടി കൊള്ളേണ്ട ആവശ്യമില്ലായിരുന്നു. അതൊക്കെ പോട്ടെ, നിന്റെ കയ്യിൽ എങ്ങനെയാണ് ഈ പരുക്ക് പറ്റിയത്? വലിയ കഥയാ, നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാം. കൂട്ടുകാരെ സന്തോഷ വാർത്ത. സന്തോഷ വാർത്തയോ? എന്ത് വാർത്ത? എടാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട, ഞാൻ കവിത പറയാന്ന് പറഞ്ഞതാ.